ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള പുൾമിയപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ വാനില ഫ്ലേവറിൻ്റെയും ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെയും അങ്ങനെ 2 കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഫ്ലേവറിൻ്റെ കേക്കും ഉണ്ടാക്കാം. ഏതുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇത്. 2 മുട്ട വെച്ചിട്ടുള്ള 2 കേക്കാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് വേണം. അപ്പം ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പുൾമിയപ്പ് കേക്കാണ് എടുക്കുന്നതെങ്കിൽ ഈ എടുത്ത അളവ്, ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അളവ് കുറച്ച് അധികമാണ്. ഇത്രയും വേണമെന്നില്ല. ഞാൻ വേറൊരു റെസിപ്പിക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും അളവിലെടുത്തിട്ടുള്ളത്. ഒരു പുൾമിയപ്പ് കേക്കിന് വേണ്ടിയിട്ട് ഇത് 1/2 കപ്പിൻ്റെ അളവിൽ എടുത്താൽ മതിയാകും. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ചോക്ലേറ്റും. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിന് പകരം ഇതിൽ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു സോസ് പാനിൽ ചെയ്യുന്നതിന് പകരം ഡബിൾ ബോയിലായിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇത് നന്നായി മെൽറ്റായി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കണം. അതിന് പാന് ചൂടായപ്പം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മെൽറ്റായി തുടങ്ങുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും. ആ സമയത്ത് ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടോഫി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഈ സോസിന്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിൻ്റെ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചിട്ട്. നല്ല സ്റ്റിഫ് പീക്കായി വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഷുഗർ സിറപ്പിന് പകരം പാലിൽ 2 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് അതാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 2 ടൈപ്പ് കേക്ക് ഉണ്ടാക്കിയത് കൊണ്ട് 2 മാറി മാറി വാൻജോൻ്റെ ഒക്കെ ആ ഒരു രീതിയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലയിൽ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത കേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ 4 ലെയറായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 3ഓ 4ഓ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. ഒരു 3 ലെയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതുപോലുള്ള ഗ്ലാസ് ഷീറ്റ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഈ ഗ്ലാസ് ഷീറ്റ് എല്ലാ ബുക്ക് ഷോപ്പിലും അല്ലെങ്കിൽ കേക്കിൻ്റെ ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകളിലും കിട്ടുന്നുണ്ട്. കേക്കിൻ്റെ ലെയറെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മേലയിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ബാക്കി വന്ന കേക്ക് പൊടിച്ചെടുത്തതാണ്. ബാക്കി വന്ന അതിൻ്റെ സൈഡൊക്കെ രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണിത്. അതിനുശേഷം കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാരമലൈസ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. നട്ട്സിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം, പിസ്ത അങ്ങനെ ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഇതിൻ്റെ ഏറ്റവും മേലയിലായിട്ടാണ് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല രസമായിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം 2 ടൈപ്പ് സോസൊക്കെ വരുന്നതുകൊണ്ട് ഇത് അടിപൊളിയായിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.